ഹായ് ഗൈസ്, എൻ്റെ പേര് അശ്വിൻ എന്നാണ്. ഞാനൊരു കൊച്ചിക്കാരനാണ്. കൊച്ചിയിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്റ്റ് ഞാൻ കുമ്പളങ്ങിയാണ് എൻ്റെ സ്ഥലം. ഞാൻ എൻ്റെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ വന്നതാണ്. ബട്ട് അതിനു മുമ്പ് ഞാനൊരു ജസ്റ്റ് ചെറിയൊരു കഥ പറയാം. അതായത് ഒരു ട്രിപ്പ് കൊണ്ട് ലൈഫ് ചേഞ്ച് ആയ ഒരു പയ്യൻ്റെ ഒരു കഥയാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു മടിയനായിട്ടുള്ളൊരു പയ്യൻ, ലൈഫിൽ എന്താകണമെന്നൊരു ആഗ്രഹമില്ലാതെ നടന്നൊരു പയ്യൻ. ആ പയ്യന് അവന്റെ ലൈഫിലേക്ക് ഒരു ചേഞ്ച് കൊണ്ടുവന്നത് ഒരു ട്രിപ്പാണ്. എത്ര പേർക്ക് റിലേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു പയ്യൻ, ഞാൻ പറഞ്ഞല്ലോ, ഒരു മടിയനായിട്ടുള്ളൊരു പയ്യൻ, അവൻ ലൈഫിൽ എന്താവണമെന്ന് ഒരു ആഗ്രഹമില്ലാന്ന് പറഞ്ഞിട്ടൊരു പയ്യനാണ്. അവന്റെ വീട്ടില് അവനൊരു സിംഗിൾ ചൈൽഡാണ്. അപ്പനുണ്ട്, പക്ഷെ സെപ്പറേറ്റഡ് ആണ്. ബട്ട് അങ്ങനെ നടന്ന വെച്ചൊരു പയ്യൻ, ഞാൻ കഥയിലേക്ക് ഞാൻ വരാം. ഒരു പയ്യൻ, അതായത് നിങ്ങൾക്ക് അറിയാലോ, ഉഴപ്പി നടന്ന് +1 പകുതി കിട്ടി നിർത്തിപ്പോയൊരു പയ്യൻ. അവനൊരു 3 കൂട്ടുകാരുണ്ടായിരുന്നു, നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് കൂട്ടുകാരാണ്. എന്താണെങ്കിലും എപ്പോഴും ഈ ഫ്രണ്ട്സിന്റെ ഒപ്പം ആയിരിക്കും നടക്കണത്. പെട്ടെന്ന് ഒരു ദിവസം ഈ 3 ഫ്രണ്ട്സ് ഇവര് പ്ലാൻ ചെയ്യണേണ്. അതായത് ഒരു ഹിമാചൽ ട്രിപ്പ് ഒരു പ്ലാൻ ചെയ്യണേണ്. അപ്പൊ ഇവനോട് പറഞ്ഞില്ല. അപ്പൊ ഇവൻ പെട്ടെന്ന് ഒരു ദിവസം സാധാരണ ഇവരുടെ ചില്ല് ചെയ്യാൻ പോണ പോലെ ചെല്ലുമ്പോഴേക്കും പെട്ടെന്ന് ഇവൻ അറിയണേണ് ഇവര് ട്രിപ്പ് പോണുണ്ട്. അപ്പൊ ഇവൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് എന്നോട് പറയാഞ്ഞ? അപ്പൊ ഇവര് പറഞ്ഞ ഒരു ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ നിന്റെ കയ്യിൽ പൈസ കാണില്ലല്ലോ, അതുകൊണ്ടാണ് നിന്നോട് പറയാഞ്ഞത്. പക്ഷെ അവരറിയാതെ ഇവനൊരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനൊരു ഗിയർ സൈക്കിൾ വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. ഒരു 22 ഗിയർ എന്തോ ആണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആ ഒരു ഗിയർ സൈക്കിൾ വേണമെന്നുള്ള ആഗ്രഹത്തിന് ഇവൻ കിട്ടണ പൈസയും അമ്മയുടെ അടുത്ത് നിന്ന് കേട്ട് കുറച്ച് പൈസ ശേഖരിച്ച് വെച്ച് എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. കുറച്ച് പൈസ ഉണ്ട്, 10-20,000 മേളിൽ പൈസ ഉണ്ടായിരുന്നു. അവൻ പറയാതിരുന്ന വെച്ച കാര്യം, ഗിയർ സൈക്കിളിന്റെ കാര്യം പറയാതിരുന്ന വെച്ചാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിയാലോ, പറയാതെ എടുക്കുമ്പോഴൊരു സുഖം, ഒരു ഷോ ഓഫ് കാണിക്കുമ്പോഴൊരു മനസുഖം. അപ്പോ അതിന്റെ പേരിൽ ഇവൻ ഉണ്ടായ പൈസക്ക് ഇവൻ പറഞ്ഞു, ഓക്കെ ഞാനുണ്ട്, നമുക്ക് 4 പേർക്കും കൂടി പോവാം. 3 പേരായിട്ട് പോയാൽ മൂഞ്ചി പോവും. ആ ഒരു കാര്യത്തിന്റെ പുറത്ത് 4 പേര് നമുക്ക് പോവാന്നും പറഞ്ഞ്. കാരണം ഇവന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ട്രിപ്പ് പോകണം. കാരണം അത് എല്ലാവരുടെ ഒരു ആഗ്രഹമുള്ള, നമ്മൾ മരിക്കാൻ നേരത്ത് നമ്മൾ കൊണ്ടുപോകണത് ആകെപ്പാടെ ഈ കാണുന്ന കാഴ്ചകൾ മാത്രമേ നമ്മൾ കൊണ്ടുപോകുള്ളൂ. അപ്പൊ ഇത് ഇവന് ചെറുപ്പം മുതൽ അതുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ട്രിപ്പാണ് ഒരു ബെസ്റ്റ് സാധനം നമുക്ക് കളക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നത് തന്നെ അറിയാം, കാരണം മെമ്മറീസ്. അപ്പൊ അതിന്റെ പുറത്ത് ഇവൻ ഓക്കെ പറഞ്ഞു, ട്രിപ്പ് പോകാന്ന് പറഞ്ഞു. ആ ട്രിപ്പ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവരവിടെ നിന്ന് ട്രിപ്പ് തുടങ്ങി. ട്രെയിൻ കയറി അവര് ഡൽഹിയിലെത്തി. പക്ഷെ അവൻ അപ്പോഴും അവന് അറിയില്ലാത്തൊരു കാര്യമുണ്ട്. ഈ ഒരു ട്രിപ്പ് അവന്റെ ലൈഫ് ചേഞ്ചിങ് മൂമെന്റ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം അവൻ ഒരിക്കലും മനസ്സിലാക്കുന്നില്ലായിരുന്നു. അവൻ ഡൽഹിയിലെത്തി. അപ്പോ അവിടെ വെച്ചാണ് ഒരു പുള്ളീനെ കണ്ടുമുട്ടുന്നുണ്ട്. കാരണം അതിന് ഏറ്റവും വലിയ കാര്യം അവന്റെ സുഹൃത്തുക്കളിലുള്ള ഒരാളുടെ ഫ്രണ്ടാണ്. അങ്ങനെ അവൻ കണ്ടുമുട്ടണാണ് ആ പുള്ളീനെ. പക്ഷെ അവൻ അപ്പോഴും അവൻ അറിയുന്നില്ല ആ പുള്ളി അവന്റെ ജീവിതത്തിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ആയിട്ട് മാറാൻ പോകുന്ന ഒരാളാണെന്ന് ഇവൻ ഒരിക്കലും മനസ്സിലാക്കുന്നുണ്ടായില്ല. അവൻ അറിയില്ലായിരുന്നു. അവര് ഡൽഹിയിൽ വന്നു, ആ പുള്ളീനെ കണ്ടു. പുള്ളിയുടെ നമുക്ക് പിന്നെ ഞാൻ പുള്ളീനെ പറ്റി പറയാം, പുള്ളിയുടെ ഇതിലേക്ക് വരാം. എന്നിട്ട് പുള്ളീനെ കണ്ടു, അവര് വന്ന് ചില്ലൊക്കെ ചെയ്തു. പിന്നെ ഒരു പിറ്റേ ദിവസം ഹിമാചലിലേക്ക് അന്ന് വൈകിട്ട് പോകാൻ പ്ലാൻ ചെയ്ത് വെച്ചവരാണ്. പക്ഷെ പുള്ളിയുടെ നിർബന്ധപ്രകാരം അവരന്ന് അവിടെ പുള്ളിയുടെ വീട്ടിൽ സ്റ്റേ ഒക്കെ ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് ഹിമാചലിലേക്ക് പോണത്. അപ്പോ പുള്ളിയുടെ ഒരു ഫ്രണ്ട് വന്ന് ഹിമാചലിലാക്കുന്നു. പിന്നെ ഇവിടെയുള്ള ഓരോരോ ചില്ലിങ് കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. അപ്പൊ അങ്ങനെ പോകുന്നു. ഹിമാചൽ അവരെത്തി. അവിടെ മെയിൻ ഇവര് പോയത് കസോള്, മണികരൺ, തോഷ്, ഒരു 3 സ്ഥലത്താണ് പോയിട്ട്. നിങ്ങൾ ആരും പോയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈഫിൽ ഒരിക്കലെങ്കിലും പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണ് ഈ ഹിമാചൽ, എക്സ്പെഷ്യലി കസോൾ, മണികരൺ, തോഷ്. ഈ ഒരു 3 സ്ഥലം നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് നിങ്ങളുടെ ലൈഫിൽ. എന്നിട്ട് അവരങ്ങനെ കസോൾ അവിടെ എത്തണേണ്. ശരിക്കും ഈ കഥ കുറെ പറയാനുണ്ട്, പക്ഷെ ഞാനൊരു ബ്രീഫ് പോലെ നിങ്ങളോട് പറയണേ. കാരണം എനിക്ക് നല്ല രീതിക്ക് കഥ പറയാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ എല്ലാവർക്കും ബോറടിച്ചാലോ എന്നുള്ളൊരു ഇതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ചുരുക്കി പറയണേ. അവർ കസോൾ എത്തുന്നു. ശരിക്കും അവരുടെ ട്രിപ്പിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ 3 പേരുടെ ഉദ്ദേശം, അവന്റെ ഉദ്ദേശം ഒരു സൈക്കിഡിക് പാർട്ടി അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു തോട്ടിൽ പോയതാണ്. പക്ഷെ ആ പയ്യന് മെയിനായിട്ട് വേണ്ടത് ആ റിയാലിറ്റിയിൽ നിന്നൊരു എസ്കേപ്പ് ആയിരുന്നു. കാരണം ആ ഒരു സ്ട്രെസ് ആയിട്ടുള്ള ലൈഫിൽ നിന്ന് അവനെങ്ങനെയെങ്കിലും ഒന്ന് മാറിയിക്കണം, ഒന്ന് അവിടുത്തെ ഫ്രഷ് ഓക്സിജനൊക്കെ ഉള്ള, മനസ്സിലായോ?
കാരണം അറിയാലോ കൊച്ചിയിലത്തേക്ക് ലൈഫ് എന്താന്ന് ഞാൻ പറയണ്ടല്ലോ. അവരവിടെ എത്തി, ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവൻ അവിടെ വെച്ച് ഒരു വേറൊരാളായിട്ട് മാറണമായിരുന്നു. കാരണം അവന്റെ മൈൻഡിൽ അവൻ ഫുൾ ഒരു ട്രോമയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പയ്യനാണ്. ഒരു 17-18 വയസ്സുള്ള ഒരു പയ്യൻ. ആ ഒരു പയ്യൻ ഫുൾ ട്രോമ. കാരണം അവന്റെ 12ാമത്തെ വയസ്സ് മുതലേ ട്രോമ അനുഭവിച്ചറിഞ്ഞ വെച്ചൊരു പയ്യനാണ്. അവൻ അതിൽ നിന്ന് റിക്കവർ ആകണേണ് അവിടെ നിന്ന്. കാരണം അവിടുത്തെ പാർവതി വാലി അതൊന്നും ഞാൻ പറയാനുള്ളത്, നിങ്ങൾ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഈ വ്ളോഗിൽ നമുക്ക് അതൊക്കെ കാണിക്കാം. അങ്ങോട്ട് പോകുന്നുണ്ട് നമ്മള്. അപ്പോ അങ്ങനെ അവിടെ നിന്ന് വേറൊരാളായിട്ട് മാറണേണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് എങ്ങനെയൊക്കെ പറയണമെന്ന് അറിയില്ല. എന്നാലും എന്നെ കൊണ്ട് പറ്റണ ഒരു രീതിക്ക് ഞാൻ പറയണത്. എനിക്ക് ബോറടിക്കണില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് ഇവര് കസോളില് പോയി, മണികരൻ പോയി, തോഷ് പോയി, അവരോട് തിരിച്ചു വരികയാണ്. ആദ്യമായിട്ട് ജീവിതത്തിൽ മഞ്ഞെല്ലാം കാണുന്നു, മനസ്സിലായല്ലോ. എന്നിട്ട് തിരിച്ചു വന്ന് ഡൽഹിയിൽ വന്ന് ഈ പുള്ളിനെ ഒന്നുകൂടി കണ്ടിട്ട് ഇവര് തിരിച്ചു പോകണേ. കാരണം ഈ പുള്ളീനെ ഞാൻ പറയുന്നുണ്ട്, കാരണം പുള്ളി ഒരു ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണ് ഇവന്റെ ലൈഫിൽ. അണ്ട് ഇവര് നാട്ടിലെത്തണയാണ്. നാട്ടിലെത്താൻ നേരത്ത് ഇവന്റെ അമ്മ ഇവനെ കാണുമ്പോ ഈ പയ്യന് മനസ്സിലാവുന്നുണ്ട് അമ്മയുടെ മുഖത്തുള്ള ഒരു എക്സൈറ്റ്മെന്റ്. കാരണം ഇവിടുന്ന് പോയ ഒരാളെ ആയിട്ടല്ല ഇവൻ തിരിച്ചു വന്നത്. ഭയങ്കര പക്വത വന്നു, ഒരു മോട്ടിവേഷൻ, അതായത് ഇവനെ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൽ ശരിക്കും തോന്നി. മടി മാറിയെന്ന് വെച്ചാൽ മടി മാറിയിട്ടില്ല, പക്ഷെ എന്നാലും ഉള്ളിലൊരു ഫയർ വന്നിട്ടുണ്ടായി അവന്. കാരണം അവൻ രക്ഷപ്പെടും, കാരണം ഒരു ആത്മീയത, സ്പിരിച്വൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കറക്റ്റ് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ അവനത് ഫീലായിരുന്നു. അവൻ രക്ഷപ്പെടും എന്നുള്ളൊരു ഫയർ അവന്റെ ഉള്ളിൽ അന്ന് മുതലേ. അവന്റെ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ അമ്മേനെ നോക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ടായില്ല. മടിയനാണ്, പ്രോപ്പർ മടിയനാണ്. പക്ഷേ ആ ഒരു ട്രിപ്പ് അവന് എന്തൊക്കെയോ അവന്റെ ഉള്ളിൽ കൊടുത്തു. അത് അവന് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അവന് പുറത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അന്ന് ഡൽഹി വെച്ച് കണ്ട പുള്ളി ഇവനോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും നീ ലൈഫിൽ സ്റ്റക്കായി പോകുന്നു എന്ന് തോന്നുന്നൊരു മൊമെന്റിൽ ജസ്റ്റ് എന്നെ ഒന്ന് വിളിക്കുക, ഒരു മിസ് കോള് മതി എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായി. ഇതേപോലെ കുറെ പേര് അവന്റെ ലൈഫിൽ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അവൻ ആദ്യം അതേപോലെയാണ് അവൻ എടുത്തത്. ഒരു ഇമ്പോർട്ടൻസും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവൻ ആ ഫയറൊക്കെ ഇട്ട് പണിക്കൊന്നും പോയില്ല. കാരണം അവൻ ആ സമയത്ത് കുറച്ചാള് കുറെ ടൈല് പണി അങ്ങനെ കുറെ പണിയൊക്കെ ചെയ്തിട്ട് അവന്റെ അമ്മയുടെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു നീ ഇങ്ങനത്തെ പണി നീ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ വീട്ടിൽ പണിയെടുക്കാതിരിക്കണേ. ആ ഒരു സമയത്ത് പെട്ടെന്ന് ഇവൻ അമ്മ ഇരിക്കുമ്പോൾ ഇവന് പിന്നെയും ട്രോമാസ് ലൈഫിലേക്ക് വന്നിരിക്കണേണ്. അതൊരിക്കലും മാറാത്തൊരു ട്രോമാസ് ആയിരുന്നല്ല. അപ്പോ പെട്ടെന്നൊരു മൊമെന്റിൽ ഇവന്റെ അമ്മ ഇരുന്ന് കരയണേണ്, ഫുഡിന്റെ മുമ്പിൽ ഇരുന്ന് കരയണേ. ഇപ്പൊ ലൈഫ് തീർന്നു, ഒന്നുമില്ല എന്നുള്ളൊരു മൊമെന്റിൽ പിന്നെ എത്തി എന്നുള്ളൊരു വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഇവൻ പെട്ടെന്ന് ഇവന്റെ മനസ്സിലേക്ക് ആ പുള്ളിയുടെ ഒരു ചിന്ത വന്നിട്ട് ഇവൻ ആ പുള്ളീനെ ജസ്റ്റ് ഒന്ന് മിസ് കോൾ അടിക്കണേ. ഓക്കെ, ബാക്കി നമുക്ക് നാളെ പറഞ്ഞാലോ. കാരണം ഇനിയിപ്പോ ഈ ഒരു ഫുള്ളി ഒരു വീഡിയോ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് ഇനി ബാക്കി നമുക്ക് നാളെ പറഞ്ഞാലോ. പക്ഷെ എനിക്കിങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ എനിക്കിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്തോ ഒരു മനസ്സിനൊരു ഇത് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനിനി വീഡിയോസ് ഞാനിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യാൻ പോണേണ്. അപ്പോ നമുക്ക് ഈ കഥയുടെ ബാക്കി നാളെ പറയാം. അപ്പൊ ഗൈസ് സ്റ്റേ ട്യൂൺ. മൈ നെയിം ഈസ് അശ്വിൻ. പിന്നെ ഞാൻ പറയുന്നു, ഒരു കൊച്ചിക്കാരനാണ്, നിങ്ങളെപ്പോലുള്ള ഒരാളാണ്. അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അണ്ട് കൂടെ ഒന്ന് കൂടുക. ഇതല്ല ശരിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന വീഡിയോസ് ഡെയിലി എന്റെ ഇത് നടക്കുന്നതാണ്. പക്ഷെ ഈ ഒരു കഥയിലൂടെ പോകാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഈ കഥയിലൂടെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ നാളെ പറയാം. ഓക്കെ, അപ്പോ ഞാൻ അശ്വിൻ. നമുക്ക് നാളെ കാണാം ഗൈസ്. ഓക്കെ, സി യു.